ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം. വിധിയുടെ വേട്ടയാടലിൽ ഒരു കൈയുടെ ചലനശേഷി നഷ്ടമായ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ. എന്നാൽ തോറ്റുകൊടുക്കാൻ തയ്യാറാവാതെ തളരാത്ത മനക്കരുത്തുമായി ഒരാൾ ഫോട്ടോഗ്രാഫിയിലും മറ്റൊരാൾ വീഡിയോ എഡിറ്റിംഗിലും വിസ്മയങ്ങൾ തീർക്കുകയാണ്. ആത്മവിശ്വാസം കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച അവരുടെ ജീവിതകഥയിലേക്ക്. ഇത് സി സന്തോഷ് കുമാർ, കൂത്തുപറമ്പുകാർക്ക് ഏറെ സുപരിചിതനായ ഫോട്ടോഗ്രാഫർ. ഇത് കെ വി സനിൽകുമാർ, കാടാച്ചിറ സ്വദേശി. ഫോട്ടോ വീഡിയോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിടയിൽ വലിയ സുഹൃത്ത് ബന്ധത്തിന് ഉടമ. ഇവരാണ് ആ ഉറ്റ ചങ്ങാതിമാർ. വ്യത്യസ്ത വർഷങ്ങളിലുണ്ടായ എന്നാൽ ഏതാണ്ട് സമാനമായ വാഹനാപകടമാണ് ഇവരുടെ വലതു കൈയുടെ ചലനശേഷി പൂർണ്ണമായും ഇല്ലാതാക്കിയത്. 2005 ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. ലെഡ് ബൈ തുടങ്ങി വന്നതാണ്. എനിക്ക് ആക്സിഡൻ്റ് ആവുന്നത് 2016 ഒരു കല്യാണ ആവശ്യത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് പുറക്കുളത്ത് നിന്ന് എനിക്ക് ആക്സിഡൻ്റ് ആകുന്നത്. ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൽ വരുമ്പം ഒരു ബസ് വന്ന് ഇടിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റിലാണ് എനിക്ക് എൻ്റെ വലത്തെ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടത്. ആ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടിങ് അങ്ങനെ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിട്ട് ബേബിയിലായിരുന്നു. മുതൽ ഞാൻ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. 2009 ഞാനും എൻ്റെ സുഹൃത്തും സന്തോഷം കൂടി വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്താണ് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നത്. അതിൽ എൻ്റെ വലതു കൈയുടെ ചലനശേഷി അങ്ങനെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അത് കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ വെച്ചിട്ടായിരുന്നു അപകടം ഉണ്ടായിരുന്നത്. അപ്പോൾ 1.5 വർഷത്തോളം കാലം ശരിക്കും ഞാൻ വീട്ടിൽ ട്രീറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു. ഒന്നര വർഷം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ഇരുവരും തങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് വീണ്ടും എത്തിയത്. കുടുംബം പുലർത്താൻ ജോലി ചെയ്തേ മതിയാവൂ എന്ന ചിന്തയ്ക്കൊപ്പം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയുമെല്ലാം പിന്തുണയുമാണ് വേദനയും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒന്നും വകവെക്കാതെ ഇവരെ തങ്ങളുടെ തൊഴിലിലേക്ക് തിരിച്ചെത്തിച്ചത്. എനിക്ക് ആകെ അറിയുന്ന ജോലി ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാം. അതിൻ്റെ അകത്ത് എൻ്റെ കുടുംബം പറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പണിക്ക് പോയേ പറ്റുള്ളൂ. എൻ്റെ വീട്ടിൻ്റെ ഏക ആശ്രയം ഞാനാണ്, വരാറില്ല. ആ ആക്സിഡൻറ്റിൽ ഞാൻ 1.5 വർഷത്തോളം വീട്ടിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. റെസ്റ്റ് കഴിഞ്ഞ് എനിക്ക് വലത്ത് കൈക്ക് സ്വാധീനം ഇല്ലാത്തത് കൊണ്ടും കൈക്ക് ഫുൾ ടൈം വേദനയാണ്. എൻ്റെ വർക്കിന് ഇറങ്ങേണ്ട മെയിൻ ഒരു പ്രചോദനം നൽകിയത് നമ്മുടെ ശൈല ടീച്ചറാണ്. അപ്പോൾ ഡോക്ടർ ടീച്ചറായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ ഒരു എൻ്റെ സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്. 5 ഞരവ് തലകിപ്പോയി. അത് ഫുൾ ടൈം വേദനയാണ്. ഇപ്പോഴും സംസാരിക്കുമ്പോൾ വേദനയുണ്ട്. അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്നെ എല്ലാവിധത്തിലും സഹായിച്ചത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈല ടീച്ചറും നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭീമമായ തുക അന്നേരം ആവശ്യമുണ്ടായിരുന്നു. അതിന് എന്നെ നന്നായിട്ട് സഹായിച്ചത് AKPA സുഹൃത്തുക്കളും, അതായത് ഫോട്ടോഗ്രാഫ് മേഖലയിലെ സുഹൃത്തുക്കളും, പനോളി വത്സാട്ടൻ, എൻ്റെ വീട് വരെ വിൽക്കേണ്ട സ്ഥിതിയിലെത്തിയിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും പാർട്ടിയുമാണ് എൻ്റെ കൂടെ ഉണ്ടായത്. അതിൽ എനിക്ക് അവരോട് നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും മറക്കൂല.
ആ ആക്സിഡന്റിന് ശേഷം 1.5 വർഷത്തോളം വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റിലായിരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞത്. പിന്നെ അങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയായി മാറി. എന്തെങ്കിലും ജോലി ചെയ്യണം എന്നുള്ള രീതിയിൽ വീഡിയോഗ്രാഫിയിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റിംഗ് മേഖലയിലേക്ക് ഞാൻ മാറി ചിന്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ആണ് ഇപ്പം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പതിറ്റാണ്ടിലധികമായി തുടരുന്നതാണ് ഇവരുടെ സൗഹൃദം. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സമാനതകളുണ്ടെന്നതും ആശ്ചര്യമുളവാക്കുന്നതാണ്. സനിയുടെ കൂടെ വീഡിയോ ലൈറ്റ് ബോയ് ആയിട്ടാണ് ഞാൻ വരുന്നത്. ആ ഒരു 2004-2005 കാലഘട്ടത്തിൽ വരാൻ തുടങ്ങിയതാണ്. നമ്മളെ ആക്സിഡന്റ് ആയിട്ടും നമുക്ക് ഏകദേശം സമതുല്യ ആക്സിഡന്റ് ഒരേപോലത്തെ ആശാൻ ശിഷ്യൻ ബന്ധത്തിൽ തുടങ്ങിയതാണ്. അതെ, അതിലുപരി എൻ്റെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്താണ് ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. പക്ഷേങ്കിൽ നമുക്ക് ആക്സിഡന്റ് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല. നമുക്ക് 2 പേർക്കും ഒരേ അസുഖം, ഒരേ ട്രീറ്റ്മെന്റ്. അതാണ് ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറയുന്നത്. അതിപ്പം 2009 ഞാൻ ആക്സിഡന്റ് ആകുന്ന സമയത്ത് ഇവൻ എൻ്റെ പുറകിൽ ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്നതാണ്. അന്ന് ഇവന് കാലിന് ചെറിയ പരിക്കുണ്ടായി. എനിക്ക് വലുതയുടെ സ്വാധീനം അങ്ങനെ നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് 7 വർഷത്തിന് ശേഷം വീണ്ടും ഇവൻ ഒരു ബൈക്ക് അവിടെ തന്നെ ബസ് ആയിട്ട് കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടായി. അതിൽ എനിക്ക് സംഭവിച്ച അതേ അപകടം, വലത് കൈയുടെ സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതിലൊക്കെ ഒരു സ്വാമി, അത് നമുക്ക് ശരിക്കും ഒരു അതിശയം തന്നെയാണ്. അത് അങ്ങനെ എന്താ സംഭവിച്ചു, അങ്ങനെ ഒരു കാരണം ഉണ്ടായത്. 2 പേരുടെയും വിവാഹം കഴിയുന്നതും ഈ ആക്സിഡന്റിന് ശേഷമാണ്. 2 പേർക്കും പെൺകുട്ടികളാണ്, മക്കളാണ്. ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലും സാമ്യതയുണ്ട്. ഏതാണ്ട് 1.5 വർഷം. അതും അതേപോലെ തന്നെയാണ്. പിന്നെ 1.5 വർഷത്തോളം ശരിക്കും ബെഡ് റെസ്റ്റ് തന്നെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ സർജറിക്ക് ശേഷം. അതിനുശേഷം പിന്നെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്തു. സമാനമായ രീതിയിൽ അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ സമൂഹമാധ്യമ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് ഇരുവരും. പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു പോകുന്നവരോട് ഇവർക്ക് പറയാനുള്ളത് കേൾക്കാം. ആരും ഈ അപകടം പറ്റിയെന്ന് വിചാരിച്ചിട്ട് എന്താ പറയണ്ടേ, നമ്മൾ അതിന് മനസ്സ് കൊടുക്കാതെ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള നല്ലൊരു ജോലി ചെയ്ത്, പറ്റുന്ന ജോലി, പരസഹായം ഇല്ലാതെ നമുക്ക് പറ്റാവുന്ന ജോലികൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാന്ന് തന്നെയാണ് പറയേണ്ടത്. നമുക്ക് ഒന്നും സാധിക്കില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. അത് നമ്മൾ ആദ്യം അതിനെപ്പറ്റി ചെയ്തു നോക്കുക. ആവുന്നില്ലെങ്കിൽ വേറെ ആൾക്കാരെ ആശ്രയിക്കുക. അതാണ് എൻ്റെ ഒരു മറ്റുള്ളവരോട് പറയാനുള്ള വാക്കുകൾ. 3 തവണ വാഹനാപകടത്തെ അതിജീവിച്ച് വിധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാവാത്ത സന്തോഷ് ഇന്ന് 2 സ്ഥാപനങ്ങളുടെ ഉടമയും 2 വനിതകൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭകനുമാണ്. ഭാര്യ നിഹയും മകൾ അർത്ത സന്തോഷും അടങ്ങുന്നതാണ് സന്തോഷിന്റെ കുടുംബം. സനിൽകുമാർ ആവട്ടെ കൂത്തുപറമ്പിൽ വീഡിയോ എഡിറ്റിംഗ് സ്ഥാപനം നടത്തിവരികയാണ്. അഞ്ജനയാണ് സനിലിന്റെ ഭാര്യ. ദേവനന്ദ മകളാണ്. പ്രതിസന്ധികൾക്കും ജീവിത പ്രയാസങ്ങൾക്കും മുന്നിൽ പകച്ചു പോകുന്നവർക്ക് വലിയൊരു പ്രചോദനമാണ് ഈ ഉറ്റ സുഹൃത്തുക്കളുടെ ജീവിതകഥ. ഇവരുടെ മേഖലയിൽ ഇനിയും ഒരുപാട് കാലം ശോഭിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനും ഷിദിൻ കതിരൂരുമൊപ്പം സൂര്യനാവള്ളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.